ഈ നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ കാടും പടലും ഒക്കെ പിടിച്ചു കിടന്നാൽ അത് ഈ പ്രായമായവർ പറയും വൃത്തിയാക്കണം, ഇല്ലെങ്കിൽ ഇഴജന്തുക്കൾ കയറുമെന്ന് പറയും. അപ്പോൾ സത്യത്തിൽ നമ്മൾ വിചാരിക്കും ഇങ്ങനെ കുറച്ച് തുമ്പ, കുറച്ച് അല്ലാത്ത ചെടികൾ, ഈ കൂട്ടമൊക്കെ കയറിയാൽ എന്തോ ഇഴജന്തുക്കൾ കയറാനാണെന്ന് വിചാരിക്കും. പക്ഷേ സംഗതി ചിലപ്പം നമ്മുടെ പറമ്പിലൊന്നും ഇത്തരം ഇഴജന്തുക്കൾ കയറിയില്ലെങ്കിലും ഈ കാടും പടലുമൊക്കെ വല്ലാതെ സമൂഹത്തിൽ പിടിച്ചു കയറിയാൽ ചില ആഫ്രിക്കൻ പാമ്പുകളെക്കാൾ വിഷമുള്ള ചില പ്രത്യേകതരം പാമ്പുകൾ ഈ സമൂഹത്തിനിടയിൽ വളർന്നു വരും. ആ പാമ്പിനെ നമുക്ക് പ്രായോഗികമായ ഒരു കാഴ്ച കൊണ്ട് കാണാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് പ്രായമായതല്ലേ അതുകൊണ്ട് ഇനി പാമ്പാവത്തില്ലെന്ന് വിചാരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസം ഉള്ളതല്ലേ അതുകൊണ്ട് ഇനി പാമ്പാവില്ലെന്ന് വിചാരിക്കും. ചിലപ്പോൾ വിചാരിക്കും നല്ല കുടുംബത്തിൽ പിറന്നതല്ലേ അതുകൊണ്ട് അത് വിഷപ്പാമ്പാവത്തില്ല എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അവരുടെ മക്കളും അവരുമൊക്കെ പ്രമാണിമാരല്ലേ, അല്ലെങ്കിൽ ഡോക്ടറല്ലേ, അല്ലെങ്കിൽ എൻജിനീയറല്ലേ, അതുകൊണ്ടൊന്നും വിഷം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഈ വിഷം ഉണ്ടാകുന്നതിന് ഇതൊന്നും ഒരു തടസ്സമല്ല. സമൂഹത്തിൽ അത്തരം ഒരു കാടും പടലും ഉണ്ടായാൽ ഈ വിഷം ആ ജീവികൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ഈ കാട്ടിനകത്ത് കഴിഞ്ഞുകൂടും. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇത് പുറത്തു വരും. ദേ വളരെ ശ്രദ്ധേയമായ ഒരു വിഷപ്പാമ്പ് രംഗത്ത് വന്ന് ഈ സമൂഹത്തിലേക്ക് നടത്തുന്ന ഒരു ഉത്ബോധനം ഒന്ന് കേട്ടെ. നമ്മളുടെ കല്യാണങ്ങൾക്കോ മറ്റ് ഫംഗ്ഷനുകൾക്കോ അതുപോലെ അവരുടെ ഫംഗ്ഷനുകൾക്കോ കല്യാണങ്ങൾക്കോ നമ്മൾ പോകാൻ പാടില്ല. അവർ നമ്മളുടെ അടുത്ത് വരാനും പാടില്ല. അവരുമായിട്ടുള്ള എല്ലാ സഹവാസങ്ങളും നിർത്തിവെക്കുക. മുസ്ലിം എന്നാൽ തീവ്രവാദികളാണ്. അവർ എപ്പോഴും നമ്മളെ നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും പറയുകയാണ്, യാതൊരു കാരണവശാലും പുരുഷനായാലും സ്ത്രീ ആയിരുന്നാലും സുഡാപ്പികളുടെ അടുത്തേക്ക് ഒന്നിനു വേണ്ടിയും പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മതം. കേൾക്കാവുന്നവർക്ക് കേൾക്കാം, ഇല്ലാത്തവർക്ക് വിടാം. എന്തായാലും അത് നിങ്ങളുടെ ഇഷ്ടം. നിർബന്ധമായും ഉഷ്ണേന ശാന്തി എന്നൊക്കെ പറയുന്ന ചില ആയുർവേദ ചികിത്സാ രീതികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സവിശേഷമായ ഒരു ജൈവ വിഷം ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളത് കൊണ്ട് ഇത് ചാറാക്കി സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. തലമുറകൾക്ക് ഇത് ഉപകാരപ്പെടും. ഇങ്ങനൊരു വളരെ വേറിട്ട പേറ്റൻ്റ് എടുക്കാവുന്ന ഒരു സവിശേഷതരമായ ബയോളജിക്കൽ പോയിസൺ നമ്മുടെ പരമ്പരയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എടുത്തു വെക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തെ അറിയാവുന്നവർ ഇദ്ദേഹത്തിൻ്റെ ജീവിതവും പരിസരവും ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് ഈ മുസ്ലിങ്ങളുമായി ഒന്നും ബന്ധപ്പെടാതാണോ ജീവിച്ചത് എന്നുള്ള കാര്യമൊന്നും അറിയാൻ ഒരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കൊരു കൗതുകമുണ്ട്. അങ്ങനെ ഒരാൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുമോ എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കാരണം ഞാൻ നേരം വെളുത്താൽ രാത്രി വരെ എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ ജാതിയും മതവും ഒന്നും ഇല്ലാതെ 100 പരിപാടികളിൽ പങ്കെടുത്താണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഓച്ചറ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ നടന്ന് കണ്ടത് മുഴുവൻ മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു അനുജ സുഹൃത്ത് ശ്രീജിത്ത് സുരൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ആയുർവേദ ഡോക്ടർ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തപ്പോഴും ആ വേദിയിലൊക്കെ കണ്ടതും ഒക്കെ വളരെ ബഹുസ്വരതയുടെ പിന്നെന്താ പറയുന്നത്, വളരെ സാന്നിധ്യവും അതിൻ്റെ ഒരു സാമീപ്യവും ഒക്കെയാണ് അനുഭവിച്ചത്. പക്ഷേ അങ്ങനെ അല്ലാതെ ഇനി കഴിയുമെങ്കിൽ ഇദ്ദേഹം അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സംഗതി എവിടെയാണെന്ന് അറിയണം. മൂന്നാമത്തെ കാര്യം, ഇദ്ദേഹം കല്യാണമായതുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഈ പരമാവധി മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർ നോമ്പ് കാലത്ത് കല്യാണമോ പരവാസ്തോലിയോ അല്ലെങ്കിൽ ഈ പാലുകാച്ചൽ ചടങ്ങോ വെക്കാതിരിക്കാൻ നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മുസ്ലിം വീടുകളിൽ നിന്ന് വരുന്നവർക്ക് അതൊരു അസൗകര്യമാണ്. അവർക്ക് ഉച്ചയ്ക്ക് വന്ന് കഴിക്കാൻ പറ്റില്ല. നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ അവർക്ക് പ്രാർത്ഥനകളുണ്ടാവും. അപ്പോൾ പരമാവധി അവരത് മാറ്റിവെക്കും. ഒരു നിർവാഹവും ഇല്ലെങ്കിൽ മാത്രമേ നടത്തുകയുള്ളൂ. അതുപോലെ തന്നെയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഈ ഓണനാളുകളിലൊക്കെ എല്ലാ കല്യാണങ്ങളിലൂടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് അവർ നടത്തൂല. കാരണം ബാക്കിയുള്ളവർക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് നടത്തുന്നത്. പിന്നെ പല ചടങ്ങുകൾക്കും ഈ സാമ്പത്തികം സഹായിക്കുന്നതൊക്കെ പരിപാടി ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ ഈ നോമ്പ് കാലമൊക്കെ ആയാൽ വളരെ ശുഷ്കമായിരിക്കും എന്നുള്ളത് കൊണ്ട് കൂടിയൊക്കെ അത് കരുതിയാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് നല്ല സുന്ദരമായ ഒരു മൂത്ത വിളഞ്ഞ മുറ്റിയ വിത്തെടുക്കാവുന്ന ചാറെടുക്കാവുന്ന നല്ലൊരു പാമ്പ് രംഗത്ത് വരുന്നത്.
അവസാനമായി ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടിലെത്തി പ്രായമായവരൊന്നും അറസ്റ്റ് ചെയ്യണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. സ്റ്റേഷനിൽ വിളിച്ച് കൊച്ചുമക്കളെയോ മക്കളെയോ ഒക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ഈ സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറിക്കാനോ കഴിക്കാനോ ഒക്കെ കൊടുക്കണം എന്ന് വിനീതമായി ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. അതുകൂടി പരിഗണിച്ചാൽ നന്നായിരുന്നു.